പോലെ കൊത്തേണ്ടവർ അല്ല. മനുഷ്യൻ പരസ്പരം പൂച്ചയെപ്പോലെ മാന്തിപ്പറിക്കേണ്ടവർ അല്ല. മനുഷ്യന് നൽകപ്പെട്ട ബഹുമാനം, ഏറ്റവും വലിയ ബഹുമാനത്തിൽ ഒന്നാണ് തിരിച്ചറിവ്, വിവേകം. ആ വിവേകമുള്ള മനുഷ്യൻ മനുഷ്യനായി തീരണം. അങ്ങനെയാകുമ്പോൾ മനുഷ്യൻ മനുഷ്യർക്കൊപ്പമായിരിക്കും. നമ്മുടെ പ്രമേയം മനുഷ്യർക്കൊപ്പം എന്നതാണ്. ഈ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇപ്പോൾ പെട്ടെന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രമേയം അല്ല, മറിച്ച് പരിശുദ്ധ ഖുർആൻ ഉടനീളം പഠിപ്പിച്ച ഒരു പ്രമേയമാണ്. മനുഷ്യർക്കൊപ്പമാകണം എന്ന്. മനുഷ്യർക്കൊപ്പമാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചില അർത്ഥസാരങ്ങളാണ് നേരത്തെ മഹാനായ ശൈഖുന ഉസ്താദ് അവറുകളടക്കം വിശദീകരിച്ചത്. ഉസ്താദ് അവറുകളെ സംബന്ധിച്ച് മനുഷ്യത്വത്തിന്റെ പ്രചാരകൻ എന്ന അർത്ഥത്തിൽ പ്രസംഗിച്ച ഒരു മാന്യ വ്യക്തി പ്രവാചകൻ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ ജനങ്ങൾക്കും അറിയാം. പ്രചാരകൻ എന്ന അർത്ഥമാണ്. അദ്ദേഹം ചിലപ്പോൾ ഒറ്റ പ്രവാചകനിൽ തന്നെ വിശ്വസിക്കാത്ത വ്യക്തിയായിരിക്കും. പ്രചാരകൻ എന്ന അർത്ഥത്തിൽ പ്രവാചകൻ എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞു വരുന്നത് ഈ മനുഷ്യത്വത്തിന്റെ പ്രചാരകനായി മഹാനായ ശൈഖുന ഉസ്താദ് അവർകൾ മാറിയത് എങ്ങനെയാണ്? അവിടുന്ന് പരിശുദ്ധ ഖുർആൻ ദർസ് നടത്തുന്നത് കൊണ്ടാണ്, ഖുർആൻ പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. ആ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയങ്ങളെല്ലാം മനുഷ്യർക്കൊപ്പമാണ്. ഞാൻ കൂടുതലായി പറയുന്നില്ല. ഞാൻ ഓതി വെച്ച ആയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഖുർആൻ പറയാണ്, അതെ, വലാ യജ്രിമന്നകും ശനആന ഖൗമിൻ